നമ്മൾ ഐ ഹോപ്പ് ആൾ ഓഫ് യു ഹാവ് റെഡ് ദ യൂണിറ്റ്. എല്ലാവരും വായിച്ച് കാണുമെന്ന് കരുതുന്നു അല്ലേ? ഹൗ ഫാർ ഈസ് ദ റിവർ. സോ ഇറ്റ് ഈസ് അബൌട്ട് എ ബോയ്. മനസ്സിലായി കാണും അല്ലേ? ബോയ് ആരൊക്കെ? സോ ബിറ്റ്വീൻ ദ ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടൻ. ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ ബട്ട് ദ മൗണ്ടൻ വാസ് ബിഗ്. എന്താണെന്ന് മനസ്സിലായോ? So the story is about a boy who wanted to see a river. So the river is behind that mountain, ഒരു മൗണ്ടൻ്റെ അപ്പുറത്താണ് അല്ലേ? സോ അഗെയിൻ സേസ് ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മാൾ. ബോയും ചെറുതാണ്, റിവറും ചെറുതാണ്, ബട്ട് മൗണ്ടൻ വാസ് ബിഗ്. മൗണ്ടൻ വലുതുമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ അതിനിടയിൽ ആണ് എന്തുള്ളത്? മൗണ്ടൻ, ബോയിൻ്റെയും റിവറിൻ്റെയും ഇടയിൽ മൗണ്ടൻ ഉണ്ട്. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൻ ഹിഡ് ദ റിവർ ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദർ. ആ മൗണ്ടൻ എങ്ങനെയാണ്? ഇറ്റ് വാസ് തിക്ലി ഫോറസ്റ്റഡ് ആൻഡ് ബട്ട് ബോയ് ഹാസ് നെവർ സീൻ ദ റിവർ. കണ്ടിട്ടില്ല ഇതുവരെ, ബട്ട് ഹീ ന്യൂസ് ദാറ്റ് ഇറ്റ് ഈസ് ദർ. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ് ബട്ട് ഫ്രം ദ വില്ലേജസ് ഹി ഹേർഡ് ഓഫ് ഇറ്റ്, ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ്. എന്തൊക്കെയാണ് കണ്ടിട്ടില്ല? നെവർ ദ ബോയ് സോ ദ റിവർ. ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ ഹി ഹേർഡ് ഫ്രം ദ വില്ലേജേഴ്സ്. എന്തൊക്കെ വില്ലേജേഴ്സ് എന്ന് കേട്ടിരിക്കുന്നു? ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ് ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. വെള്ളത്തിലുള്ള മീനുകൾ, അവിടെ പാറക്കെട്ടുകൾ. ഹി വിഷ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഹി വാണ്ടഡ് ടു ടച്ച് ഇറ്റ്, ടച്ച് ദ വാട്ടർ, ആ വെള്ളം ഒന്ന് തൊടണം. ആൻഡ് ഹി വാണ്ടഡ് ടു ഫീൽ ഇറ്റ് പേഴ്സണലി. അതിലെന്തൊക്കെയാണെന്നുള്ളതെന്ന് ഹി വാണ്ടഡ് ടു ഫീൽ പേഴ്സണലി. ഇനി അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ? വാട്ട് പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ? എന്താണ് പ്രിവെൻറ്റ് എന്ന് പറഞ്ഞാൽ? എന്താ? തടസ്സപ്പെടുത്തുക. എന്താണ് ബോയിനെ റിവർ കാണുന്നതിന് തടസ്സപ്പെടുത്തിയത്? തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൻ അല്ലേ? എന്താ അതിന് ഉത്തരം എഴുതുക? തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൻ. തിക്ലി ഫോറസ്റ്റഡ്. ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഈ വരികളിൽ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൻ, പിന്നെ അതിന് ശേഷം പ്രിവെൻറ്റഡ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് ദ ബോയ് ഹിയർ ഫ്രം ദ വില്ലേജേഴ്സ് ഫ്രം? എന്താണ് ബോയ് ഹിയർ ചെയ്തിരുന്നത്? ഇവിടെ അതിൻ്റെ ഉത്തരം എവിടെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ്. ഇവിടെ നിങ്ങളുടെ ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ് ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ആൻസർ ആയില്ലേ? എന്തൊക്കെയാണ് കേട്ടിരുന്നത്? ഫിഷ് ഇൻ ഓഫ് ഇറ്റ്സ് വാട്ടർ, ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ് ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ആൻസർ ആയില്ലേ? ഇനി അടുത്തത്, ഇനി വായിച്ചു നോക്കുക. ഹീ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടൻ. മൗണ്ടൻ്റെ അവിടെയുള്ള ഓപ്പോസിറ്റുള്ള അവൻ്റെ വീടിന് മുന്നിൽ ഹി സ്റ്റുഡ് ആൻഡ് ഗേസ്ഡ് അക്രോസ് ദ വാലി. ഗേസ് എന്ന് പറഞ്ഞാൽ എന്താ? എത്തി നോക്കുക, ഇങ്ങനെ ഉറ്റു നോക്കി, ആകാംക്ഷയോടെ നോക്കി. ഡ്രീമിങ് ഓഫ് ദ റിവർ. ഹി വാസ് ഡ്രീമിങ് അബൌട്ട് ദ റിവർ. ഹി വാസ് എങ്ങനെയാണ് ഈ ബോയ് എങ്ങനെയാണ്? ഹി വാസ് ജസ്റ്റ് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെപ്പോലുള്ളൊരു കുട്ടിയാണ്. നിങ്ങളെപ്പോലുള്ളൊരു കുട്ടി എന്ന് പറഞ്ഞാൽ ഹി വാസ് അബൌട്ട് 12 years old. നിങ്ങൾക്ക് ഹൗ ഓൾഡ് ആർ യു? നിങ്ങൾ എത്ര വയസ്സാണ്? 12 വയസ്സല്ലേ? ബട്ട് ഹി വാസ് എ 12-year-old ബോയ് വിത്ത് എ സ്റ്റഡി ബോയ്, സ്ട്രോങ് ബോയ്, നല്ല ശക്തിയുള്ള ആളാണ്. വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ. ഹെയർ എങ്ങനെയാണ്? അൺടൈഡി, വൃത്തിയായിട്ട് ചീവിയൊന്നും വെക്കാത്ത അൺടൈഡി ആയിട്ടുള്ള ബ്ലാക്ക് ഹെയർ. ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. ഐസ് എങ്ങനെയാണ്? ഷൈനിങ് ബ്ലാക്ക് ഐസ്, തിളങ്ങുന്ന കറുത്ത കണ്ണുകൾ. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് ക്ലിയർ ബ്രൗൺ സ്കിൻസ്. ലുക്ക് ഹൗ ദ ബോയ്സ് ഡിസ്ക്രൈബ്ഡ് ഹിയർ. എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് ക്ലിയർ ബ്രൗൺ സ്കിന്ന്. സ്കിന്ന് എങ്ങനെയാണ്? ക്ലിയർ ആയിട്ടുള്ള ബ്രൗൺ സ്കിന്ന് എന്ന് പറഞ്ഞാൽ വൈറ്റാണ് നിറം അല്ലേ? ചുക്കിച്ചുളിവുകളൊന്നുമില്ലാത്ത. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വേർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. കൈകാലുകൾ എങ്ങനെയാണ്? ദേ വേർ റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. പരിക്കനായിരുന്നു. കാരണം എന്താ വെച്ചാൽ വൃത്തിയായി നേരാവണ്ണം കുളിക്കുക അങ്ങനെയൊന്നും ചെയ്യാതെ ഇറ്റ് വാസ് റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്. ഹി വാസ് ബെയർ ഫൂട്ടഡ്.
ബെയർ ഫൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാലിൽ ഒന്നും ഇട്ടിട്ടില്ല, ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല. നോട്ട് ബിക്കോസ് ഹി കുഡൻ അഫോർഡ് ഷൂസ്, ബട്ട് ബിക്കോസ് ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. ചെരുപ്പ് വാങ്ങാൻ ശേഷിയില്ലാഞ്ഞിട്ടല്ല, ബട്ട് ഹി വാണ്ടഡ് ടു ഫീൽ ദ വാം സ്റ്റോണുകൾ, തണുത്ത കല്ലുകളും പുല്ലും ഒക്കെ നേരിട്ട് ചവിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. സോ ഹി വാസ് എ ബോയ് ഹു ലവ്സ് നേച്ചർ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് ദ ബോയ് ലൈക്ക് ടു വാക്ക് ബെയർ ഫൂട്ടഡ്? തേർഡ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. ബിക്കോസ് ഇവിടെ നിങ്ങളുടെ ബിക്കോസ് ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. മൂന്നാമത്തെ ഇല്ലേ ഇങ്ങനെ, ദ ബോയ് ലൈക്ക് ടു വാക്ക് ബെയർ ഫൂട്ടഡ് ബിക്കോസ് ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിനും ആൻസർ നമ്മൾ പറഞ്ഞു. നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ. നിങ്ങൾ ഞാൻ പറയുമ്പോൾ ഒക്കെ നിങ്ങളുടെ നോട്ടിൽ ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യണം. It was 11 o'clock. സമയത്രയും 11 o'clock and he knew his parents wouldn't return home till evening. There was a loaf of bread. അപ്പോൾ so he is all set to go to the river. അവിടെ റിവർ കാണാൻ പോകാൻ നിൽക്കുക. കാരണം എന്താ വെച്ചാൽ his parents had gone to visit, എവിടേക്ക് പോയിരിക്കുകയാണ്. They will never come back till evening. There was, അപ്പോൾ പോകുന്ന വഴിക്ക് കഴിക്കാൻ എന്തൊക്കെ വേണം? There was a loaf of bread he could take with him and on the way he may get some fruits. ഒരു കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് കൂടെ, അതിൻ്റെ കൂടെ അവിടുന്ന് വഴിയിൽ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. ഹിയർ വാസ് ദ ഓപ്പർച്യൂണിറ്റി ഹി ഹാഡ് വെയിറ്റഡ് ഫോർ. ഇപ്പോൾ കുറേ കാലമായി കാത്തിരുന്നൊരു അവസരമാണിപ്പോൾ വന്നിരിക്കുന്നത്. ഇറ്റ് വാസ് എങ്ങനെയത്? ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദ എൻറ്റയർ ഡേ ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. അപ്പം ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛനും അമ്മയും ദേ ഹാഡ് വെൻ ടു വിസിറ്റ് റിലേറ്റീവ്സ് ബന്ധുക്കളെ കാണാൻ പോയിരിക്കുകയാണ്. സോ ദേ വിൽ നോട്ട് കം ബാക്ക് ടിൽ ഈവനിങ്. സോ ഇഫ് ഹി കെയിം ഹോം ബിഫോർ ഡാർക്ക്, അവർ വരുന്നതിന് മുന്നേ തിരിച്ചു വന്നാൽ, ബിഫോർ ദ റിട്ടേൺ ദേ വുഡിൻ നോ വെർ ഹി ഹാഡ് ബീൻ. ഇവൻ എവിടെയായിരുന്നു, എവിടെ പോയി എന്നുള്ളത് ആരും അറിയില്ലല്ലോ. സോ ഇറ്റ് വാസ് ദ ഓപ്പർച്യൂണിറ്റി ഹി ഹാഡ് വെയിറ്റഡ് ഫോർ. ഇനി എങ്ങനെ ഇതിൻ്റെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ ഡിഡ് ദ ബോയ് ഗെറ്റ് എ ചാൻസ് ടു സീ ദ റിവർ? എവിടെ നിന്ന് തുടങ്ങാം? ഇവിടെ നിന്ന് തുടങ്ങാം. ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദ എൻറ്റയർ ഡേ ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. ഇഫ് ഹി കെയിം ഹോം ബിഫോർ ഡാർക്ക്, ബിഫോർ ദ റിട്ടേൺ ദേ വുഡിൻ നോ വേർ ഹി ഹാഡ് ബീൻ. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായില്ലേ? നാലാമത്തെയായി കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ഇതൊക്കെ സ്വന്തമായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. ഹീ വെൻറ്റ് ഇൻ ടു ദ ഹൗസ് ആൻഡ് റാപ്ഡ് ദ ലോഫ് ഇൻ എ ന്യൂസ് പേപ്പർ. അപ്പം അകത്ത് പോയിട്ട് ഒരു ന്യൂസ് പേപ്പറിൽ കവർ ചെയ്തു. ദെൻ ഹി ക്ലോസ്ഡ് ഓൾ ഡോർസ് ആൻഡ് വിൻഡോസ് ആൻഡ് then he closed all the doors and windows. അപ്പോൾ പോവാൻ ഹീസ് ഓൾ സെറ്റ്, പോവാനെല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്ഡ് സ്റ്റീപ്ലി ഇൻ ടു ദ വാലി. വഴി എങ്ങനെയാണ്? ഡ്രോപ്ഡ് സ്റ്റീപ്ലി, കുത്തനെ താഴത്തേക്ക്. എവിടത്തേക്ക്? താഴ്വാരത്തിലേക്ക്, വാലി. ദെൻ റോസ്, ദെൻ മുകളിലേക്ക് പൊന്തി. ആൻഡ് വെൻ റൗണ്ട് ദ ബിഗ് മൗണ്ടൻ. ആ മൗണ്ടൻ്റെ അപ്പുറത്തല്ലേ റിവർ ഉള്ളത്. ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജേഴ്സ്, ദ വുഡ് കട്ടേഴ്സ്, മിൽക്ക് മെൻ ആൻഡ് മ്യൂൾ ഡ്രൈവേഴ്സ്. ബട്ട് ദർ വർ നോ വില്ലേജസ് ബിയോണ്ട് ദ മൗണ്ടൻ ഓർ നിയർ ദ റിവർ. അതാണ് ഈ വഴി, മൗണ്ടനിലേക്ക് പോകുന്ന ആ വഴി. ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജേഴ്സ്. ആരൊക്കെ ഉപയോഗിക്കുക? അതുപോലെ വില്ലേജേഴ്സ്, വുഡ് കട്ടേഴ്സ് മരം വെട്ടുകാർ, മിൽക്ക് മെൻ പാൽക്കാർ, മ്യൂൾ ഡ്രൈവേഴ്സ്. മ്യൂൾ എന്ന് പറഞ്ഞാൽ അറിയോ? കോവർ കഴുത എന്ന് പറയും. കഴുതയും കുതിരയും ചേർന്നൊരു ഇതാണ് മ്യൂള്. ഈ ഹിൽ ഏരിയാസിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ബട്ട് ദർ വർ നോ വില്ലേജസ് ബിയോണ്ട് ദ മൗണ്ടൻ. മൗണ്ടൻ അപ്പുറത്ത്, ആ റിവറിനടുത്തായിട്ടൊന്നും ഒരു വില്ലേജസ് ഒന്നും ഇല്ല. അപ്പം അങ്ങനെ പോവുകയാണ്, ബോയ് പോവുകയാണ്. ദ ബോയ് പാസ്ഡ് എ വുഡ് കട്ടർ ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദ റിവർ. ആദ്യം കാണുന്നയാളാരാ? വുഡ് കട്ടർ. ആൻഡ് ആസ്ക്ഡ് ഹിം ഹൗ ഫാർ ഇറ്റ് വാസ് ടു ദ റിവർ. ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട് ബട്ട് പവർഫുൾ മാൻ. വുഡ് കട്ടർ എങ്ങനെയുള്ളയാളാണ്? ഹി വാസ് എ സ്ട്രോങ് മാൻ, പക്ഷേ ഉയരം കുറഞ്ഞ ആളാണ്. വിത്ത് ക്രീസ്ഡ് ആൻഡ് വെതേർഡ് ഫേസ്. എന്താ ക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ
ചുക്കിച്ചുളിഞ്ഞ മുഖത്തൊക്കെ ചുക്കിച്ചുളിവുകളുള്ള വെതേർഡ് ഫേസ്. ഈ വെയിലത്ത് കുറേ ഇരുന്നാൽ മുഖമൊക്കെ കരിവാളിക്കും അല്ലേ. വിത്ത് വെതേർഡ് ഫേസ്, അതാണ് വെതേർഡ്, സൂര്യപ്രകാശം ഏറ്റ് കരിവാളിച്ചത്. ആൻഡ് മസിൽസ് ദറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർട്ട്, നല്ല പണിയെടുക്കുന്നവരുടെ മസിലുകൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതുപോലെ നല്ല മസിലുകളുള്ള ആൾ. അഗ്ലി ലംസ്, അഗ്ലി എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കൈകാലുകളും. വാട്ട് വാസ് ദ റിപ്ലൈ ഫ്രം ദ വുഡ് കട്ടർ? എന്താ പറഞ്ഞ വുഡ് കട്ടർ? 7 miles ഹി സെഡ്, വിച്ച് വാസ് ഫെയർലി ആക്യുറേറ്റ്. ഏകദേശം ആക്യുറേറ്റ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു 7 miles, 7 മൈൽ എന്ന് പറഞ്ഞു. 7 മൈൽ എന്ന് പറഞ്ഞാൽ, ഒരു മൈൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കിലോമീറ്റർ. അപ്പോൾ 7 മൈൽ എന്ന് പറഞ്ഞാൽ 10.5 കിലോമീറ്റർ. വൈ ഡു യു വാണ്ട് ടു നോ? വുഡ് കട്ടർ ചോദിക്കുകയാണ്. ഐ എം ഗോയിങ് ടു ദ റിവർ സെഡ് ദ ബോയ്. ബോയ് എന്താ പറയുന്നത്? ഐ ആം ഗോയിങ് ടു ദ റിവർ, റിവറിലേക്ക് പോവാണ്, റിവർ കാണാൻ പോകും. അപ്പോൾ വുഡ് കട്ടർ എന്താ ചോദിക്കുന്നത്? അലോൺ? അപ്പോൾ ബോയ് പറയുന്നു, ഓഫ് കോഴ്സ് യെസ്. അപ്പോൾ വുഡ് കട്ടർ എന്താ പറയുന്നത്? ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ, ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദർ ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്. അവിടേക്ക് പോവാൻ ഇറ്റ് വിൽ ടേക്ക് യു 3 hours. ഇപ്പം 11:30 കഴിഞ്ഞു അല്ലേ, 3 മണിക്കൂർ അങ്ങോട്ടും വേണം. അത് കഴിഞ്ഞിട്ട് യു ഹാവ് ടു കം ബാക്ക്. സമയം എത്രയാവും? ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഡാർക്ക് ബിഫോർ. ബിസൈഡ്സ് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. അത്ര വലിയ ഈസി ആയിട്ടുള്ള റോഡല്ല. നോക്കാം, ആലോചിച്ച് നോക്കുക, 11 കിലോമീറ്റർ. ആ 11 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോങ്ങാടിൽ നിന്ന് പത്തിരിപ്പാല പോകേണ്ട ദൂരം. അത് പക്ഷേ റോഡിൽ കൂടെ അല്ല പോകുന്നത്, മല കയറി ഇറങ്ങിയിട്ടാണ് പോകുന്നത് അല്ലേ. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി റോഡ്. അപ്പോൾ എത്ര സമയം എടുക്കും ആലോചിച്ച് നോക്കൂ. അപ്പോൾ ബോയ് എന്താ റിപ്ലൈ ചെയ്യുന്നത്? ഹി ഹാസ് സ്ട്രോങ് വിൽ. എങ്ങനെയും റിവർ കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ബോയ്ക്ക്. ബട്ട് ഐ ആം എ ഗുഡ് വാക്കർ, ഞാൻ നല്ല നടത്തക്കാരനുമാണ്. എത്ര നടക്കാറുണ്ട് കുട്ടി? സെഡ് ദ ബോയ്, ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു സ്കൂൾ. എത്ര ദൂരം നടക്കും ഒരു ദിവസം? ഏകദേശം 1 മൈൽ, സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ദൂരം. അത്രയും മാത്രം നടക്കുന്ന കുട്ടിയാണ് പറയുന്നത് ഐ എം എ ഗുഡ് വാക്കർ. അപ്പോൾ 6th ക്വസ്റ്റ്യൻ നോക്കൂ. 5th ഞാൻ പറഞ്ഞില്ലേ, ഡിഡ് ദ വുഡ് കട്ടർ എൻകറേജ് ദ ബോയ് ആൻഡ് ഗോ ടു ദ റിവർ? എൻകറേജ് ചെയ്തുവോ ബോയിനെ റിവറിലേക്ക് കാണാൻ വേണ്ടി? ഇല്ല അല്ലേ. എന്താ പറഞ്ഞത്? ഇത്ര ദൂരം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ, അവിടെ പോകാൻ 3 മണിക്കൂർ അങ്ങോട്ടും എടുക്കും, തിരിച്ച് 3 മണിക്കൂറാവും എന്നൊക്കെ പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യണം. അപ്പോൾ എന്താ ഉത്തരം എഴുതുക? നോ, ദ വുഡ് കട്ടർ ഡിസ്കറേജ് ദ ബോയ് ടു ഗോ ടു ദ റിവർ. 5ാമത്തെയായി. വാസ് ദ ബോയ് എ ഗുഡ് വാക്കർ? നോ, ദ ബോയ് വാസ് നോട്ട് എ ഗുഡ് വാക്കർ. നല്ല നടത്തക്കാരനായിരുന്നോ? ഇല്ല. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് ദാറ്റ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഏതാണ് ആ സെൻറ്റൻസ്? ഏതാണ് നമ്മളുടെ പറയുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്? ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു സ്കൂൾ. എവിടെ അത്? ഇവിടെ നിന്ന് തൊട്ടിട്ട് ദോ ഹി ഹാഡ്, ഇതാണ്. അപ്പോൾ എന്താ എഴുതുക? വാസ് ദ ബോയ് എ ഗുഡ് വാക്കർ? നോ, ദ ബോയ് വാസ് നോട്ട് എ ഗുഡ് വാക്കർ. ദ സെൻറ്റൻസ് ഈസ് ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ ദ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു സ്കൂൾ. ഇത് മാർക്ക് ചെയ്യാം. എങ്ങനെയാണ് അതിലേക്കുള്ള വഴി? ദ പാത്ത് വാസ് സ്റ്റീപ്പ്, കുത്തനെയാണ് വഴി. ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദ ടൈം. കൂടുതൽ സമയം നമുക്ക് കുത്തൻ താഴത്തേക്കാണെങ്കിൽ ഓടി ഇറങ്ങാനേ പറ്റുള്ളൂ അല്ലേ. ഇറ്റ് വാസ് എ ഡിസി വൈൻഡിങ് പാത്ത്. ഡിസി എന്ന് പറഞ്ഞാൽ അങ്ങനെ തലകറക്കം ഉണ്ടാക്കുന്നത്, കറങ്ങി കറങ്ങി കറങ്ങി. വൈൻഡിങ് പാത്ത്, കറങ്ങിയിട്ടുള്ളത്. ആൻഡ് ഹീ സ്ലിപ്ഡ് വൺസ് ഓർ ട്വൈസ്, 1-2 തവണ ഹി സ്ലിപ്പ്ഡ്, വീണു, വഴുതി വീണു. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസ്. മലയിൽ എന്താണെന്നറിയുള്ളത്? ലഷ് ഗ്രീൻ ഫേൺസ്, പന്നൽ ചെടികൾ. എങ്ങനെയുള്ളത്? ലഷ് ഗ്രീൻ, ആർത്തി ഉണ്ടാക്കുന്ന പച്ച നിറം, നല്ല ഇടതൂർന്ന പച്ച നിറത്തിലുള്ള പന്നൽ ചെടികൾ കൊണ്ട് കവർ ചെയ്തതായിരുന്നു മല. ദ ട്രീസ് വർ വൗണ്ട് ഇൻ ക്രീപ്പേഴ്സ്, പിന്നെ വള്ളികളാൽ ചുറ്റപ്പെട്ട്. ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ സഡൻലി റെയേർഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ്. ഒരു വൈൽഡ് ഡാലിയ പൂവ്, ഇറ്റ്സ് റെയേർഡ്, ഒന്ന് തല നീട്ടി നോക്കി ആ ഫേൺസിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അത്രയാണ്, ഇതാണ് 1ാമത്തെ ഭാഗം. ഇനി അടുത്ത വീഡിയോയിൽ നോക്കാം.